إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله وسلامه على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും പിന്തുടരാനും അതുപോലെ തന്നെ ഈ ദീനിനെ നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവരാണ് സഹാബികൾ എന്നുള്ളത്. അവരിൽ ഓരോരുത്തരുടെയും ചരിത്രം പഠിക്കുക എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈമാനിൽ, നമ്മുടെ ഇസ്ലാമിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പരലോക ചിന്തയിൽ വലിയ മാറ്റങ്ങളാണ് അതുണ്ടാക്കുക. ആ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം കേട്ട ഒരാളിലും അതിൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാതെ കടന്നുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ശുഹദാക്കളുടെ ശരീരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടാളുകളുടെ ശരീരത്തിനടുത്താണ് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്നത്. ഒന്ന് അവിടുത്തെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ, രണ്ടാമത്തേത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിനടുക്കലാണ്. സഹോദരങ്ങളെ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഏറ്റവും ആഡംബര ജീവിതം ജീവിച്ചിരുന്ന, ഏറ്റവും നല്ല സുഖലോലുപതികളിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മാതാവ് ഖുനാസ ബിൻത് മാലിക് മക്കയിലെ സമ്പന്നരായ ആളുകളിൽപ്പെട്ട ആളായിരുന്നു. അതുമാത്രമല്ല, മകനോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവുമായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത്. മകന് വസ്ത്രങ്ങൾ കഴുകുമ്പോൾ പോലും സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു. മക്കയിലൂടെ തെരുവുകളിലൂടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി മനസ്സിലാക്കുമായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന്. അന്ന് മക്കയിൽ ലഭിച്ചിരുന്ന ഹദറമിയായ നാലുകൾ അഥവാ ചെരുപ്പുകളാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ റഅയ്തു ബിമക്കത അഹ്സന ലിമ്മത്തിൻ വലാ അറഖ ഹുല്ലതൻ വലാ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ.
മുസ്അബ് ബിൻ ഉമൈറിനേക്കാളും ഏറ്റവും നല്ല മുടിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല മൃദുലമായ വസ്ത്രങ്ങളും ഏറ്റവും നല്ല സുഗലോലുപതിയിലും ജീവിച്ചിരുന്ന വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അദ്ദേഹം യുവാവായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദീൻ പറയുന്നുണ്ട്, തൗഹീദ് പറയുന്നുണ്ട് എന്നറിഞ്ഞ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ ദാറുൽ അർഖമിൽ എത്തുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാം രഹസ്യമാക്കി വെച്ചു, ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ട ഉസ്മാൻ ബിൻ ത്വൽഹ അദ്ദേഹത്തിൻ്റെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയെ അറിയിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉപ്പയുടെയും പൂർവ്വപിതാക്കളുടെയും ദീനിൽ നിന്ന് അദ്ദേഹം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയിച്ചു. ഉമ്മ ശക്തമായ താക്കീത് ചെയ്തു, പല രീതിയിൽ ശ്രമിച്ചു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മാറാൻ തയ്യാറായില്ല. അവസാനം വീട്ടുതടങ്കലിൽ ആയിക്കൊണ്ട് 3 വർഷക്കാലം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിയിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പുറത്തേക്ക് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും സഹാബത്തിനോടൊപ്പവും അദ്ദേഹം താമസിച്ചു, അവരോടൊപ്പം നിന്നു. ഏറ്റവും നല്ല ആഡംബര ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഏറ്റവും ദരിദ്രനായിക്കൊണ്ട് ദുനിയാവിനോട് വിരക്തിയുള്ളവനായിക്കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് കാണാനിടയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അത് നനയാറുണ്ടായിരുന്നു. സഹാബികൾ തല താഴ്ത്തിയിരിക്കാറുണ്ടായിരുന്നു. കാരണം അവർ കണ്ടിട്ടുള്ളത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഡംബരമായ ജീവിതമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദർ റജുൽ, ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ നോക്കൂ, ഇലാ ഹാദർ റജുൽ അല്ലദീ ഖദ് നവ്വറ അല്ലാഹു ഖൽബഹു, അഥവാ ആ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നിറച്ചിട്ടുണ്ട്. ലഖദ് റഅയ്തു ബൈന അബവൈഹി യഗ്ദുവാനിഹി ബിഅത്യബി അത്ത്അാമി വശറാബ് ഫദആഹു ഹുബ്ബുല്ലാഹി വറസൂലിഹി ഇലാ മാ തറൗൻ. ഈ വ്യക്തി അഥവാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണവും ഏറ്റവും വിശിഷ്ടമായ പാനീയങ്ങളും കഴിച്ച് ജീവിച്ചിരുന്നവനാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് മുസ്അബിനെ എത്തിച്ചത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം, ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വിട്ടു. സഹോദരങ്ങളെ, മഹത്തായ ചരിത്രമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എന്നുള്ളത്. നാം ചിന്തിക്കണം, ഇന്ന് നാം ഓരോരുത്തരും മുസ്ലിമായി ജീവിക്കുമ്പോൾ, മുസ്ലിം യുവത്വത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പാഠമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റേത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് നുബൂവത്തിൻ്റെ 5-ാം വർഷം ആദ്യമായി അബിസീനിയയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജ്റ പോയപ്പോൾ ആ കൂട്ടത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പിന്നീട് മക്കക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ കുറച്ചാളുകൾ തിരിച്ചു വന്നു. അങ്ങനെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നു. പിന്നീട് നുബൂവത്തിൻ്റെ 7-ാം വർഷം മുസ്ലിമീങ്ങളെ മുശ്രിക്കുകൾ ശഅബ് അബി ത്വാലിബിൽ ഉപരോധിച്ചപ്പോൾ അവിടെയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഏറ്റവും ആഡംബര ജീവിതം ജീവിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാധിച്ച പട്ടിണിയും ബുദ്ധിമുട്ടും മുസ്അബിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പാമ്പ് അതിൻ്റെ തൊലി ഉരിയുന്നത് പോലെ മുസ്അബിൻ്റെ ശരീരത്തിൽ നിന്ന് ലോലമായ തൊലി നീങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ നിൽക്കാൻ സാധിക്കാതെ മുസ്അബിനെ ഞങ്ങൾ താങ്ങിപ്പിടിച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ നുബൂവത്തിൻ്റെ 12-ാം വർഷം
മദീനയിൽ നിന്ന് അഖബയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട 12 ആളുകൾ അവരോടൊപ്പം ദീൻ പഠിപ്പിക്കാൻ, അവർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. അങ്ങനെ അവ്വലു സഫീറിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആദ്യത്തെ അംബാസഡർ ആയിക്കൊണ്ട്, അഥവാ ആദ്യത്തെ ദാഇയായിക്കൊണ്ട്, ദഅവത്തിന് മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച വ്യക്തിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ദഅവത്ത് സഹോദരങ്ങളെ അതിമഹത്തരമാണ്. അദ്ദേഹം മദീനയിലെത്തി ഓരോ വീട്ടിലും ഓരോ ഗോത്രത്തിലും ഓരോ നേതാക്കന്മാരുടെ അടുക്കലും ഇസ്ലാമിനെ പറ്റി സംസാരിച്ചു. അസ്അദ് ഇബ്നു സുറാറ എന്ന മദീനക്കാരനായ മുസ്ലിമായ വ്യക്തിയുടെ സഹായത്തോടു കൂടിയായിരുന്നു അത്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലാണ് സഹോദരങ്ങളെ മഹാന്മാരായ മദീനയിലെ നേതാക്കന്മാരായിട്ടുള്ള സഹാബികൾ സഅദ് ബിൻ മുആദ്, അതുപോലെ തന്നെ ഉസൈദ് ബിൻ ഹുദൈർ, അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇതുപോലെയുള്ള ശ്രേഷ്ഠരായ സഹാബികൾ ഇസ്ലാമിലേക്ക് വന്നത്. പിന്നീട് ധാരാളം പേർ വന്നു. പിറ്റേ വർഷം അഖബയിലേക്ക് വരുമ്പോൾ 70ഓളം മുസ്ലിമീങ്ങളുമായി മദീനയിൽ നിന്ന് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ വിജയം അത് അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിജയം അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. എന്നിട്ട് അറിയിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മദീനയിൽ ഒരു സ്ഥലം പോലും ഇല്ല റസൂലെ തൗഹീദിന്റെ സന്ദേശം അതെത്താത്തത്. ഒരു ഗോത്രം പോലും ഇല്ല, അവിടെ ഒരു മുവഹിദ് ഇല്ലാതെ ഒരു ഗോത്രം പോലും മദീനയിൽ ഞാൻ ബാക്കിയാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ചു കാലം അവിടെ തങ്ങി വീണ്ടും മദീനയിലേക്ക് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു യാത്രയാവുകയാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല സുഖം ലഭിക്കുന്ന, ഏറ്റവും നല്ല ആഡംബര ജീവിതത്തിൽ നിന്ന് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ജീവിതം തിരഞ്ഞെടുക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇസ്ലാമാണ്, അത് മഹത്തായ ഇസ്ലാമാണ്. എന്നിട്ട് ദഅവത്തിന് വേണ്ടി നാടുവിട്ടുപോയി. അതുപോലെ തന്നെ 2 തവണ ഹിജ്റ ചെയ്ത ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിൽ ഏറ്റവും താല്പര്യം കാണിച്ചു. മദീനയിൽ ആദ്യമായി ജുമുഅ നിർവഹിച്ചത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി പ്രകാരം മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ജുമുഅ നിർവഹിച്ചത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ സഹോദരങ്ങളെ, ജീവിതം കൊണ്ട് അല്ലാഹുവിനു വേണ്ടി ജീവിതം തെളിയിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ജീവിതം മാത്രമല്ല, അവിടുത്തെ മരണം കണ്ണീരോടുകൂടിയല്ലാതെ വായിക്കാൻ സാധിക്കാത്ത ചരിത്രമാണ് അത് നമ്മെ സൂചിപ്പിക്കുന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ കഴിഞ്ഞെത്തി. ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ഉഹദിനു വേണ്ടി പുറപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ പതാക, തൗഹീദിന്റെ പതാക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പതാക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഒരു യുദ്ധ സൈന്യത്തിൽ പതാക ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചങ്കൂറ്റവും ധീരതയും ഏറ്റവും ധൈര്യവുമുള്ള ആളുകളെയാണ് അത് ഏൽപ്പിക്കുക. കാരണം സൈന്യത്തിൽ പതാക വീണു കഴിഞ്ഞാൽ സൈന്യം തകർന്നു എന്ന അറിയിപ്പായിരുന്നു അന്ന് യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ മുന്നിലായി നയിക്കപ്പെട്ടു. അങ്ങനെ ഉഹദിന്റെ 2ാമത്തെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത മുസ്ലിമീങ്ങൾ അറിയുകയാണ്. എന്നിട്ട് ഛിന്നഭിന്നമായി ഓടുമ്പോൾ, മുസ്ലിമീങ്ങൾ ആ യുദ്ധത്തിൽ നിന്ന് ഛിന്നഭിന്നമായി ഓടുമ്പോൾ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുന്നിൽ വലതു കൈയിൽ ഇസ്ലാമിന്റെ പതാകയും ഇടതു കൈയിൽ വാളും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പാരായണം ചെയ്ത ഒരു ആയത്ത് നമുക്കറിയാം. അദ്ദേഹം പാരായണം ചെയ്യുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലാണ്. മുൻപും പല റസൂലുകളും അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ റസൂൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? ആര് പിന്തിരിഞ്ഞു പോയാലും അല്ലാഹുവിന് അത് യാതൊരു ദോഷവും വരാനില്ല, അത് യാതൊരു ദോഷവും വരുത്തുന്നില്ല. നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണെന്ന്
അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുശ്രിക്കുകളിൽപ്പെട്ട ഇബ്നു ഖമീഅ അദ്ദേഹത്തിന്റെ അടുക്കലെത്തുകയും അദ്ദേഹത്തിന്റെ വലതുകൈയിൽ വെട്ടുകയും ചെയ്തു. പതാക പിടിച്ചിരുന്ന വലതുകൈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റുവീഴുമ്പോഴും അദ്ദേഹം നോക്കിയത് ആ കൈയിലേക്കല്ല, മറിച്ച് ആ ഇസ്ലാമിന്റെ പതാകയിലേക്കാണ്. അദ്ദേഹം നോക്കിയത് ഇസ്ലാമിന്റെ ആ പതാകയിലേക്കാണ്. അദ്ദേഹം ഇടതു കൈയില് വാളിട്ടുകൊണ്ട് ഇടത്തെ കൈയിൽ ആ പതാക പിടിച്ചു നിന്നു. ഇബ്നു ഖമീഅ അദ്ദേഹത്തിന്റെ ഇടതു കരവും വെട്ടി. അപ്പോഴും ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് വീഴുന്ന കൈയിലേക്കല്ല അദ്ദേഹം നോക്കിയത്, ആ പതാകയിലേക്കാണ്. അറ്റുപോയ കൈയിന്റെ ബാക്കി ഭാഗം കൊണ്ട് വീഴുന്ന പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ ആ സഹാബിയുടെ നെഞ്ചത്തേക്ക് ഇബ്നു ഖമീഅ കുന്തം കുത്തിയിറക്കുകയാണ്. രക്തം വാർന്നൊഴുകി ഭൂമിയിലേക്ക് മുഖം കുത്തിക്കൊണ്ട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ മരണപ്പെട്ടു വീഴുന്നത്, സഹോദരങ്ങളെ ഷഹീദായി വീഴുന്നത്. പിന്നീട് ഉഹദ് യുദ്ധത്തിന് ശേഷം ശുഹദാക്കളുടെ ശരീരത്തിനടുത്തൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയുടെ അടുക്കലൂടെ പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മക്കയിലെ ഏറ്റവും ആഡംബര ജീവിതം നയിച്ചിരുന്ന യുവാവ്, ഏറ്റവും സമ്പന്നതയിൽ ജീവിച്ചിരുന്ന യുവാവ്, ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന യുവാവ്, അതാ തൻ്റെ ഇരു കരങ്ങളും അറ്റുകൊണ്ട് മുഖം സ്വന്തം രക്തത്തിലും മണ്ണിലും മുക്കി നിൽക്കുന്ന ആ സഹാബിയുടെ അടുക്കൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. എന്താണ് സഹോദരങ്ങളെ പാരായണം ചെയ്തത്? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ഉള്ള ഒരു ആയത്ത്, സൂറത്തു നൂറിൽ ഒരു ആയത്താണ് പാരായണം ചെയ്തത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതദിറു വമാ ബദ്ദലു തബ്ദീല. സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ പൂർത്തീകരിക്കുന്നവരാണ്, അവർ സിദ്ഖ് കാണിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറിൽ സത്യസന്ധത കാണിക്കുന്നവരാണ്. അതിലതാ ചില ആളുകൾ അവരുടെ കരാർ പൂർത്തീകരിച്ചിരിക്കുന്നു, അതിൽ ചിലരതാ അവരുടെ കരാറുകൾ കാത്തു നിൽക്കുന്നു, അത് നടപ്പിലാക്കാൻ അവർ കാത്തു നിൽക്കുന്നു. അവരുടെ ആ നിലപാടിൽ ഒരു മാറ്റവും നിങ്ങൾ കണ്ടെത്തുകയില്ല എന്ന ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതിയത്. അവരുടെ ആ നിലപാടിൽ സഹോദരങ്ങളെ ഒരു മാറ്റവും കണ്ടെത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിനടുക്കൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ, ഹറാമുകൾ ഒഴിവാക്കാൻ, സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിൽ മുന്നേറാൻ എന്താണ് നമുക്ക് തടസ്സമായിട്ടുള്ളത്? നമ്മെ മുൻകടന്ന സഹാബികളുടെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഏടുകളാണ് ഈ ഓരോ സഹാബികളുടെയും ചരിത്രം നമ്മെ അറിയിക്കുന്നത്. എന്താണ് ഇന്നത്തെ മുസ്ലിം യുവാക്കളുടെ അവസ്ഥ? എന്താണ് ഇന്നത്തെ മുസ്ലിം യുവത്വം മുന്നോട്ട് വെക്കുന്നത്? എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? എന്തിലേക്കാണ് അവർ ആഗ്രഹിക്കപ്പെടുന്നത്? ആരെയാണ് അവർ മാതൃകയാക്കുന്നത്? നിങ്ങൾക്കറിയാമോ, പിൽക്കാലത്ത് സഹാബികൾ ഈ സഹാബിയുടെ ചരിത്രം ഓർത്തിരുന്നത് എങ്ങനെയാണ്? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് അടിമയായി ഒരുപാട് ഉപദ്രവം സഹിച്ച സഹാബിയാണ്. പക്ഷേ ഇസ്ലാം കിഴക്കും പടിഞ്ഞാറും എത്തി, അതുപോലെ തന്നെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇസ്ലാം വിജയിച്ച കാലത്തും സമ്പൂർണമായ കാലത്തും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഹാജർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബ്തഗി വജ്ഹല്ലാഹ്. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഹിജ്റ ചെയ്തു. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. ഫവജബ അജ്റുനാ അലല്ലാഹ്, നമ്മുടെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്ന് നിർബന്ധമായിരുന്നു. ഫമിന്നാ മൻ മളാ ലം യഅകുൽ മിൻ അജ്രിഹി ഷൈആ മിൻഹും മുസ്അബ് ഇബ്നു ഉമൈർ. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും തന്നെ അവർ ഭക്ഷിച്ചിട്ടില്ല. അഥവാ ഫലം നജിദ് ഷൈഅൻ മിൻഹും മുസ്അബ് ഇബ്നു ഉമൈർ ഖുതില യൗമ ഉഹുദ്. അഥവാ അവർക്കൊന്നും കിട്ടിയില്ല ദുനിയാവിൽ നിന്ന്, അതിൽ അവർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. ആ വിജയത്തിന്റെ ഒരു പ്രതിഫലവും ദുനിയാവിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല. അതിൽപ്പെട്ട ഒരാളാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഉഹദിന്റെ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്,
ഫലം നജിദ് ഷൈഅൻ നുകഫിനുഹു ഫീഹി ഇല്ലാ നമിറതൻ. അഥവാ അദ്ദേഹത്തിൻ്റെ ശരീരം കഫൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. കുന്നാ ഇദാ ഗത്തൈനാ ബിഹാ റഅസഹു ഖറജത് റിജ്ലാഹ് വഇദാ ഗത്തൈനാ റിജ്ലൈഹി ഖറജ റഅസഹു. ഒരു തുണിയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തല അതുകൊണ്ട് മറച്ചു കഴിഞ്ഞാൽ കാൽ പുറത്താകുമായിരുന്നു, കാല് മറച്ചു കഴിഞ്ഞാൽ തല വെളിവാകുമായിരുന്നു. അങ്ങനെ ഫഅമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഗത്തി റഅസഹു ബിഹാ വനജഅല അലാ റിജ്ലൈഹി മിനൽ ഇദ്ഖിർ. അങ്ങനെ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ മുഖം ആ തുണി കൊണ്ട് നിങ്ങൾ മറച്ചുകൊള്ളുക. കാലിൽ പുല്ല് വെച്ച് കെട്ടിക്കൊണ്ട് കഫൻ ചെയ്ത് മറമാടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹാബികൾ അങ്ങനെ ചെയ്തു. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടതുണ്ട്, നാം യഥാർത്ഥ രൂപത്തിലൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാനിന്റെ ആസ്വാദനം ഖൽബിൽ ലഭിച്ചപ്പോൾ ശരീരത്തിന് ലഭിച്ചിരുന്ന ഭൗതികമായിട്ട് എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടോ അതൊന്നും നഷ്ടമല്ല എന്ന് ബോധ്യപ്പെട്ട സഹാബികൾ ജീവിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. അവർ പ്രവേശിക്കാൻ ആഗ്രഹിച്ച ഏതൊരു സ്വർഗമുണ്ടോ ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അവർ ആഗ്രഹിച്ച ഏതൊരു സ്വർഗമുണ്ടോ ആ സ്വർഗത്തിലാണ് നാളെ നമ്മുടെ വാസസ്ഥലമായി നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ നീയത്തുകൾ എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ അത് സഹോദരങ്ങളെ ധാരാളമാണ്. നാം ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത് ഈ ചരിത്രങ്ങളിൽ നിന്നുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുസ്ലിം യുവാക്കൾക്ക് ഒരു മാതൃകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് മുസ്ലിം യുവാക്കൾ അവർ മാതൃകയാക്കുന്നത് ആരെയാണ്? അവർ എന്തിനു പിന്നാലെയാണ് പോകുന്നത്? ഭൗതികമായ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രമാണോ? ആഡംബര ജീവിതങ്ങൾക്ക് മാത്രമോ? നേട്ടങ്ങൾ കാണുമ്പോൾ, അതുപോലെ തന്നെ വലിയ വലിയ വീടുകളും വസ്ത്രങ്ങളും ഉന്നതമായ അതുപോലെയുള്ള കാര്യങ്ങളും കാണുമ്പോൾ, ഭൗതികമായ നേട്ടങ്ങൾ കാണുമ്പോൾ കണ്ണഞ്ചി പോകുന്ന ആളുകളായിട്ടാണോ മുസ്ലിം സമൂഹം, യുവത്വം ഇന്ന് മാറുന്നത്? ഒരിക്കലും അങ്ങനെയല്ല മുസ്ലിമീങ്ങൾ ആകേണ്ടത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അവർ പരലോകത്തെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ വജുഹുമാണ് അവർ ലക്ഷ്യമായി വെക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഓർത്തെടുത്ത ഒരു സംഭവം സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ ധാരാളമായി സമ്പത്ത്, അന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സമ്പന്നനാണ്, പിന്നീടും സമ്പന്നതയിലും അധികാരത്തിലും എല്ലാം ജീവിക്കുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിശിഷ്ടമായ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം ആ ഭക്ഷണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നി. അഥവാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, അദ്ദേഹം എന്നേക്കാൾ ഉത്തമനായിരുന്നു. കുഫിന ഫീ ബുർദത്തിൻ ഇൻ ഗുത്തിയ റഅസുഹു ബദത് റിജ്ലാഹു വഇൻ ഗുത്തിയ റിജ്ലാഹു ബദാ റഅസുഹു. അദ്ദേഹത്തിനെ കഫൻ ചെയ്തത് തലമറച്ചാൽ കാല് കാണുന്ന, കാല് മറച്ചാൽ തല കാണുന്ന അങ്ങനെയൊരു തുണിയിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ثم بسط لنا من الدنيا ما بسط وقد خشينا أن تكون حسناتنا عجلت لنا. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമുക്കിതാ ദുനിയാവിൽ നിന്ന് നൽകപ്പെട്ടതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു, എല്ലാവിധ അധികാരവും സമ്പത്തും നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നാം ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാം ഭയപ്പെടുന്നു നമ്മുടെ നന്മകളെല്ലാം ദുനിയാവിൽ തന്നെ നൽകപ്പെടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, നമുക്കുള്ള പ്രതിഫലമെല്ലാം ദുനിയാവിൽ തന്നെ നൽകപ്പെടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭക്ഷണം ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അത് ഭക്ഷിച്ചില്ല എന്ന് സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ട ഒരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ നാം ആലോചിക്കുക നമ്മുടെ ദീനുകൊണ്ട്, നമ്മുടെ ഈമാനുകൊണ്ട്, നമ്മുടെ കർമ്മകൾ കൊണ്ട് അള്ളാഹുവും പരലോകവുമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകവുമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത്. ദുനിയാവിൻ്റെ നശിച്ചു പോകാനിരിക്കുന്ന നേട്ടങ്ങളല്ല നമ്മുടെ കർമ്മങ്ങളുടെ ലക്ഷ്യമായി നമുക്കുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, ഇതുപോലെ ജീവിതത്തിൽ ത്യാഗം സഹിച്ച, ജീവിതത്തിൽ പലതും അനുഭവിച്ച, ഇസ്ലാമിനു വേണ്ടി ഈമാനിനു വേണ്ടി ജീവിച്ച സഹാബികൾ നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം മറ്റുള്ള നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ദഅവത്തിന്റെ മേഖലയിൽ രാപ്പകലുകൾ പരിശ്രമിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളായിട്ടുണ്ട്. എന്താണ് നാം അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന്റെ മേഖലയിൽ എന്താണ് നാം ചെയ്തത്? നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും നമ്മുടെ മക്കളും മാത്രമാണോ നമ്മുടെ ചിന്ത എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം നമുക്കറിയാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അഥവാ അല്ലാഹുവിൻ്റെ ദീൻ പഠിച്ച് പ്രവർത്തിച്ച് അത് പ്രബോധനം ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചരിത്രങ്ങളിലെല്ലാം നാം ഗുണപാഠങ്ങൾ അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اشف مرضانا ومرضى المسلمين. اللهم اقض دين المديونين. اللهم اقض دين المديونين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.